രാഹുൽ ഈശ്വർ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിനകത്ത് ആർ ബാലചന്ദ്രൻ പറഞ്ഞൊരു പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറും, ഈ രണ്ട് രാഹുലും കോടതിയിൽ പോയാൽ പോലീസുകാർ കുടുങ്ങുമെന്നുള്ളത്. അതിനൊരുപാട് കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പക്ഷെ അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പോലീസുകാർ പറയുമ്പോൾ കോടതിയിൽ ഈ പറയുന്ന പോലീസിന്റെ വാദം നിലനിൽക്കില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ കോടതി വിധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്ത സമയത്ത് CCTV ഇല്ലാത്തിടത്ത് കൊണ്ടുപോയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളെ വിളിച്ചു വരുത്താൻ, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ പോലീസുകാർ വിളിച്ചു വരുത്തി എന്നുള്ളത്. ഇതൊക്കെ തന്നെയും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ ഈശ്വറിനെയും ഒക്കെ കൊടുക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? അല്ല, ഇതിനകത്ത് ഇപ്പോ രാഹുൽ ഈശ്വർ നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, പിന്നെ അവരുടെ അഭിഭാഷകർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ പോലീസുകാരും പ്രോസിക്യൂഷനും കോടതിയുടെ മുന്നിൽ പറയുന്ന കള്ളങ്ങൾ, അതായത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിൽ പോലും അതില് രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ നേരത്തെ രാഹുൽ മാങ്കൂട്ടം കുറ്റം സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല. ഇതുമായിട്ട് കോടതിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി ഇത് വലിച്ചീറി കളയും. അതിന് പ്രധാനപ്പെട്ട കാരണം, രാഹുൽ മാങ്കൂട്ടത്തിനോട് ആദ്യം തന്നെ വരുമ്പോൾ ചോദിക്കും, ഇതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റപത്രം കീർക്കളയും. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട്. അതിന് മുൻപ് കോടതി ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നത് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആണോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ പ്രതി പറയുന്ന വാക്ക് എന്താണോ അത് വലിയ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ് പോലീസുകാരുടെ കാര്യത്തിൽ. ഇത്രയും വലിയ കേസുകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നിയമം ലംഘിച്ചുകൊണ്ടാണ് പോലീസുകാർ ചെയ്തത് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ ഇന്നും അവരതിന് മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നില്ല. അതുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പോലീസുകാർ ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസുകാർ എന്നും സർവീസിലിരിക്കുന്നത് രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഔദാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഈശ്വറിനെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഈശ്വറിന് അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു. അതായത് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്താണ്, അവിടുത്തെ പ്രോസിക്യൂഷൻ ആണെങ്കിലും പോലീസുകാരാണെങ്കിലും സത്യമായിരിക്കും കോടതിയിൽ ചെന്ന് പറയാൻ പോകുന്നത് എന്നാണ്. പക്ഷെ അവർ പറയുന്ന കള്ളത്തരങ്ങൾ കണ്ട് അദ്ദേഹം തന്നെ വാ വിളിച്ച് അവിടെ ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇല്ലാതായി പോയി എന്നുള്ള രീതിയിലേക്ക് ഇത് ഇവിടുത്തെ സാധാരണപ്പെട്ട എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പോലീസുകാർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പോലീസുകാരുടെ ഈഗോ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. പത്തനാപുരത്തെ SI ആയിട്ടുള്ള ഷാനവാസ് എന്ന് പറയുന്ന ഒരു SIയുടെ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ആയിട്ടുള്ള SI ആണത്. അദ്ദേഹം കൂടെ 2 ഫോട്ടോഗ്രാഫർമാരെയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ കൊണ്ടു നടക്കുമ്പോൾ കൂടെ വരുമ്പോൾ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, റീൽസിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പോലീസുകാരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നൊരു കേസ് എന്ന് പറയുന്നത്, ഉത്സവപ്പറമ്പിൽ നിന്നൊരു ചെറുപ്പക്കാരനെ അദ്ദേഹം ചേസ് ചെയ്ത് പിടിക്കുന്നതും പോലീസ് രീതിയിൽ, പോലീസുകാരെ ആക്രമിക്കാൻ വന്ന പയ്യനെ പോലീസുകാർ ചേസ് ചെയ്ത് പിടിക്കുന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു, റീൽസുകൾ. അപ്പോൾ അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് അതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചെറുപ്പക്കാരനെ പോലീസുകാർ ആക്രമിച്ച് പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോകുന്ന ചെറുപ്പക്കാരെയാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. പോലീസുകാരുടെ മറ്റൊരു മുഖം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പല സിനിമകളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നിയന്ത്രിക്കാനോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ നമ്മുടെ നാട്ടിലൊരു സംവിധാനവുമില്ല. സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇതിൽ കഷ്ടത അനുഭവിക്കുന്നത്. അവരാണ് ഇതിൽ പെട്ടുപോകുന്നതെങ്കിൽ അവർക്ക് വാ തുറന്നു മിണ്ടാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഒരു മാധ്യമ ശ്രദ്ധ പോലും കിട്ടാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞു നോക്കുന്ന ഒരു മറ്റൊരു കാര്യം, ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഈ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പുറത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ നേരത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്തായിരിക്കും? റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റം സമ്മതിച്ചു. ഇതായിരിക്കും മാധ്യമങ്ങളുടെ മുഴുവൻ ഹെഡ്ലൈനും. ആ ഒരു ഹെഡ്ലൈന് വേണ്ടിയിട്ടാണ് പോലീസുകാര് രാഹുൽ മാങ്കൂട്ടം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് അവർ തന്നെ കൊണ്ടു കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒന്നും നടന്നില്ലെങ്കിലും രാഹുൽ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുകൊടുക്കും. രാഹുൽ മാങ്കൂട്ടം അതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ കോടതി ചോദിക്കും എന്തുകൊണ്ട് ഒപ്പിട്ടില്ല. അപ്പോഴേ അത് കീറിക്കളയും. കോടതിയിൽ അതിനൊരു വിലയും കിട്ടാത്ത പക്ഷേ സാഹചര്യത്തിലേക്ക് ആദ്യത്തെ ഈ ഒരു റീച്ച് അല്ലെങ്കിൽ ആദ്യം വരുന്ന പുറത്തു വന്ന വാർത്തകളിൽ നിന്നും അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് രണ്ടാമത്തെ വാർത്തയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായും കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്ത ജനങ്ങൾ അറിയുകയും അതേസമയം അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെയോ രാഹുൽ മാങ്കൂട്ടത്തിലെയും കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു പക്ഷേ പലരും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഇവരുടെ കാര്യം മാത്രമല്ല, സാധാരണപ്പെട്ട പല ആളുകളുടെയും കേസുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കുമ്പോൾ പോലും അന്ന് നിങ്ങൾ കുറ്റം സമ്മതിച്ചതല്ലേ എന്ന് പൊതുജനം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മള് ജയ് ഭീം എന്ന് പറയുന്ന സൂര്യയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ആ സിനിമയുടെ ഒരു ഔട്ട്ലർ ലൈൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ജയിലിൽ പോകുന്നു. അവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ അവരെ വീണ്ടും അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഇതിനു വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി വരുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ പോലീസുകാർ തന്നെ ഇവർ കുറ്റക്കാരാണ് എന്ന് ചമച്ച്, അതായത് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ചമച്ചുകൊണ്ട് ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഒരു പഴഞ്ചൊല്ല് പോലെ, അതായത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന ഒരു നിലപാട്. അതെ, അങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് പോലീസുകാരുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഇവർക്ക് പ്രഷർ വരും. മുകൾ തട്ടിൽ നിന്ന് ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രഷർ അനുഭവിക്കേണ്ടി വരും. ആ പ്രഷർ കാരണം ഇവർ എന്ത് ചെയ്യും? ഏതെങ്കിലും അവന്റെ മണ്ടയിൽ ഈ കേസ് കെട്ടിവെച്ചിട്ട് ഇത് കൊണ്ടു കൊടുക്കും. എഴുത്തും വായനയും അറിയാത്ത അവൻ കോടതിയിൽ ചെന്നിട്ട് ബബ്ബ അടിച്ചു നിൽക്കുമ്പോൾ ഓക്കെ ഇവൻ തന്നെ കുറ്റവാളി എന്ന് പറഞ്ഞ് ഇവനെ ജയിലിലേക്ക് പോകുന്നൊരവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നിയമം അറിയാത്ത പലരും ഈ ഒരു പോലീസുകാരുടെ തോന്നിയവാസത്തിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം. ഇന്ന് പലരും പല നിയമങ്ങളും യഥാർത്ഥത്തിൽ അറിയുന്നത് സിനിമകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പലരും വന്ന് പറയുന്ന ചെറിയ ചെറിയ റീലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥ ജനങ്ങൾ ഇന്ന് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുകളെ പറ്റിയാണ് രാഹുൽ ഈശ്വർ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞാല് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ അറസ്റ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. യഥാർത്ഥത്തില് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു വൺ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി തന്നെ ജയിലിലേക്ക് സ്റ്റേഷനിലേക്ക് വരുന്നൊരു ഇതുണ്ട്. ആ സമയത്ത് സ്റ്റേഷനിലെ റെക്കോർഡ് എടുത്തിട്ട് രാത്രിക്ക് ശേഷം സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പല സിനിമയിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ റിയൽ ലൈഫിൽ പോലീസുകാർ ഇന്നും അത് ചെയ്യുന്നുണ്ട്. അതും ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ കണ്ടതാണ്. ഇത്രയും മാധ്യമങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം വിഷ്വൽസ് പുറത്തുണ്ട്, മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ഇതുമായി രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ പോലീസുകാരുടെ ജോലിയെ വരെ ബാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോലീസുകാർ ഇനിയും നീതിപീഠത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥ പോലീസുകാരെ സംബന്ധിച്ച് എന്താണ്? ഒരാളുടെ അന്തസ്സും ആത്മാഭിമാനവും കാത്തു സൂക്ഷിക്കുക. ഇതാണ് പോലീസുകാരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ ആണെങ്കിലും ഹർഷയുടെ ആണെങ്കിലും ഈ നാട്ടിലുള്ള ആരുടെ ആണെങ്കിലും അവരുടെ സ്വത്ത് സംരക്ഷിക്കുക, അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക, ഇത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. അവര് ഈ നാട്ടിലെ സേവകരാണ്. ഓരോ മനുഷ്യരുടെയും സേവകരാണ്. അവർക്ക് ചില പ്രിവിലേജുകൾ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ജനാധിപത്യപരമായിട്ട് കിട്ടുന്ന ചില പ്രിവിലേജുകളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ സാധാരണ മനുഷ്യനെ, അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോലീസുകാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ, പോലീസുകാരുടെ ഈഗോ സംരക്ഷിക്കാൻ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളെയും ബലിയാടാക്കുന്നത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു നിയമം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്.